വയനാട് മൂലങ്കാവിൽ കാട്ടുതീ. മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സുർജിത്ത് അയ്യപ്പത്ത വാർത്തയുടെ ഒരുങ്ങുന്നു. സുർജിത്ത്, തീ പിടിക്കാൻ പരുവത്തിന് എല്ലാം അങ്ങനെ ഉണങ്ങിക്കിടക്കലാണ്. അപ്പോൾ തീ കെടുത്തൽ എത്രത്തോളം ശ്രമകരമാണ് സുർജിത്ത്? എന്തായാലും ശ്രമം തുടരുന്നുണ്ട് ഹാഷ്മി. വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള പ്രദേശമാണിത്. വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. പക്ഷെ പുറത്ത് ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന മുളങ്കാടിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് വലിയ അളവിൽ തന്നെ തീ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തീ കെടുത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാട്ടുതീ പൊടുന്നനെ പടരുകയായിരുന്നു. നേരത്തെയും, അതായത് 2 വർഷം മുമ്പും ഈ ഓടപ്പള്ളം ഭാഗത്തെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ കാട്ടുതീ ഉണ്ടായിരുന്നു. കത്തുന്ന ചൂടാണ് വയനാട്ടിലും മറ്റു ജില്ലകളിലേതുപോലെയുള്ള സമാനമായ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും വയനാട്ടിലുള്ളത്. വയനാട്ടിൽ വലിയ ചൂടുണ്ട്. ഈ ചൂടിനെ തുടർന്ന് ഈ വയനാട് വന്യജീവി സങ്കേതം മാത്രമല്ല മറ്റ് വനമേഖലയിലും, അതായത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന നാഗർഹോളെ അതോടൊപ്പം മുതുമല ഉൾപ്പെടെയുള്ള വനമേഖലയെല്ലാം തന്നെ കരിഞ്ഞ് ഉണങ്ങിയ സ്ഥിതിയാണ്. ഒരു തീക്കൊള്ളി വീണാൽ അപ്പോൾ തന്നെ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ശക്തമായ ചൂടുണ്ട്. അതേ തുടർന്ന് വരണ്ടുണങ്ങിയ അവസ്ഥയാണ് കാടിനെ സംബന്ധിച്ചുള്ളത്. അവിടെയാണ് ഇങ്ങനെ മുളങ്കൂട് നിന്ന് കത്തുന്നത്. നാട്ടുകാരും ഈ ഫയർ യൂണിറ്റ് എത്തിയിട്ടുണ്ട്. 2 ഫയർ യൂണിറ്റാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. ബത്തേരിയിൽ നിന്നുമാണ് ഫയർ യൂണിറ്റ് എത്തിയത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ വലിയ തോതിൽ സുർജിത്ത്, ദൃശ്യങ്ങൾ കാണാം. വലിയ കാട്ടുതീയാണ്, വലിയ തീയിലേക്ക് പടരുന്നു. അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ അത് കെടുത്താൻ മതിയാവുമോ സുർജിത്ത്? വയനാട് മൂലങ്കാവിലാണ് ഈ കാട്ടുതീ. മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയുമാണ്.